എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, തീ പോലും കത്തിക്കാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഓട്സ് ആണ്. ഇതുപോലെ സാധാരണ ഇൻസ്റ്റൻറ്റ് ഓട്സ് വേണം എന്നുള്ളവർക്ക് അതും എടുക്കാം. ഇനി ഇതല്ലാതെ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറഞ്ഞിട്ടുള്ള അധികം പ്രോസസ്സ് ചെയ്യാത്തൊരു ഓട്സ് ഉണ്ട്. അത് റോൾഡ് ഓട്സിനെക്കാട്ടിലും കുറച്ചുകൂടി ഫൈബർ റിച്ച് ആണ്. അപ്പോൾ അതെടുക്കണം എന്നുള്ളവർക്ക് അതും എടുക്കാം. ഈ ഒരു റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ്. അത്ര അധികം പ്രോസസ്സ് ചെയ്യാത്ത ഒരു റിയൽ ഓട്സ് ആണ്. അപ്പോൾ ഇതാണ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടൊക്കെ ഓട്സ് കഴിക്കുന്നവർക്ക് എടുക്കാൻ നല്ലൊരു ഓപ്ഷനായിട്ടുള്ള ഓട്സ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേര് തന്നെ ഹോൾ നൈറ്റ് ഓട്സ് എന്നാണ്. കാരണം തലേ ദിവസം മുഴുവനായിട്ട് നമ്മൾ രാത്രി കുതിർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. 10 ടേബിൾ സ്പൂൺ ഓട്സ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് പാലൊഴിച്ച്, ഏകദേശം 1 കപ്പ് പാലൊഴിച്ച് ഒരു ദിവസം രാത്രി കുതിർത്തി വെക്കുക. തലേന്ന് രാത്രി കുതിർത്തി വെക്കുക. പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഈ ഓട്സ് ഉപയോഗിക്കാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, പുറത്ത് വെക്കരുത്. കൂടെ തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ചിയ സീഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 കളറിൽ വരുന്ന ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന സീഡാണ്. ഇത് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സീഡാണ്. 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. ഇനി ഇതുപോലെ തന്നെ ഉള്ള ഒരു സീഡാണ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള സീഡ്, കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് എന്ന് പറയും. ഈ സീഡ്സ് നമ്മൾ വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കുന്ന കസ്കസ് ആണ്, കറുത്ത കസ്കസ്. രണ്ടും രണ്ടാണ്. നമ്മൾ ഈ ഒരു ഓട്സ് റെസിപ്പി എടുക്കുമ്പോൾ കസ്കസ് ഉപയോഗിക്കരുത്. ചിയ സീഡ്സ് ഉള്ളവർ അത് ഉപയോഗിക്കുക. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓട്സ് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഈ സീഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു വൈറ്റമിൻ റിച്ച് ആയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതും കുതിർത്തി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ആപ്പിളാണ്. ഏത് ഫ്രൂട്ട് ഉപയോഗിക്കാം. പഴമുള്ളവർക്ക് പഴം ഉപയോഗിക്കാം. ആപ്പിളോ പിയറോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴമൊന്നും ഒരുപാട് ഉപയോഗിക്കേണ്ട. ഒരു 5 ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ടും നട്ടും ചേർക്കാം. ഇതൊന്നും ഒരുപാട് ചേർക്കരുത്. ഒരു 5 ബദാം ചെറുതായിട്ട് മുറിച്ചതും ഒരു 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറൻറ്റും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് പകരവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടും നട്ടും വേണമെങ്കിൽ ചേർക്കാം. കാഷ്യൂ നട്ട് ചേർക്കാം. എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. രാവിലെ ഓട്സ് നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഫൈബർ റിച്ച് ആയിട്ടൊക്കെ വേണം എന്നുള്ളവർ മാത്രം റോൾഡ് ഓട്സ് ചേർത്താൽ മതി. കുറച്ചുകൂടി നല്ലതായിരിക്കും റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ്. ഈ ഓട്സ് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർക്കാം. ഏതെങ്കിലും നട്ടും അതുപോലെ ഒരു ഡ്രൈ ഫ്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ചേർക്കാം. ആപ്പിളിന് പകരം പഴം ചേർക്കാം കേട്ടോ. കൂടെ അല്ലെങ്കിൽ പഴം കൂടി ചേർത്താലും കുഴപ്പമില്ല. കൂടെ കുതിർത്തി വെച്ചിട്ടുള്ള ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണാണ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അതും മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ക്വാണ്ടിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്. 2 പേർക്ക് നല്ലതുപോലെ വിശപ്പ് മാറാവുന്ന അത്ര ഇതുണ്ടാവും. നല്ല ഫില്ലാവും. ബാക്കി നമ്മൾ ചെയ്യാറുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് വെച്ച് നല്ല ഡിഫറെൻ്റ് ആണ്. ഇതിലേക്ക് ഷുഗർ ചേർക്കാൻ പാടില്ല. കുറച്ച് മധുരത്തിന് വേണ്ടി ഹണി ചേർക്കാം. അതും 1 ടേബിൾ സ്പൂണൊക്കെ മാത്രം ചേർത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഈസിയാണ്. തീ പോലും കത്തിക്കാതെ എല്ലാവർക്കും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.